സാധാരണ ഇരിക്കുന്ന ആളുകളും പിന്നെ കേട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഒരു 10 മിനിറ്റും കൂടി കൂടുതൽ ഇരുന്നാൽ ഒരാവശ്യം ഉണ്ടായിരുന്നു. നിങ്ങളെപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെക്കാളും തിരക്കി നിൽക്കുന്നുണ്ട്. ഞാൻ സുബി അയക്കുന്ന ഇവിടെ എത്തിയപ്പോൾ ആൾ കഴിഞ്ഞപ്പോൾ ഉറങ്ങിയിട്ടില്ല. ഇത് കഴിഞ്ഞ ഉടനെ മറ്റൊരു പരിപാടിക്ക് പോകണ്ട്. പക്ഷെ ഇരിക്കാൻ പറഞ്ഞത് ഒരു അത്യാവശ്യ കാര്യത്തിനാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റ് എല്ലാവരും ഇരിക്കുക. പിന്നെ കേട്ടില്ല പഠിച്ചില്ല എന്ന് പറയാൻ നിൽക്കണ്ട. ഞാൻ കേട്ടില്ല എന്ന് പറയാൻ നിൽക്കണ്ട. അത്യാവശ്യം 1-2 കാര്യങ്ങൾ പറയാൻ. പിന്നെ ചില ആളുകൾ എനിക്ക് പ്രസംഗിക്കാൻ അങ്ങാടിയിൽ സ്ഥലം നിർണയിച്ചാറുണ്ട്. ഞാൻ എവിടെ പ്രസംഗിക്കണം എന്ന് എനിക്കറിയാം. പള്ളിയിൽ നിന്ന് ദാവത്തിന് അങ്ങാടിക്കല്ല വിളിക്കാൻ. അങ്ങാടിയിൽ നിന്ന് പള്ളിയേക്കാണ് കുട്ടികളുണ്ട്. പള്ളിയിലുള്ളവരൊക്കെ കൂടി അങ്ങാടിക്ക് വരുന്നല്ല പറയാം. അങ്ങാടിയിലുള്ളവരൊക്കെ കൂടി പള്ളിയേക്ക് പോകുന്ന പറയുന്നത്. അതാ ദാവത്ത്. പള്ളി ജുമാന് ശേഷം ഒരു പ്രസംഗം കേൾക്കാൻ ഒരുപാട് ആളുകൾ പള്ളിയിൽ ഇരിക്കും. നേരെ മറിച്ച് അങ്ങാടിയിൽ പ്രസംഗം വെച്ചാൽ അവിടെ ഉള്ളവരെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ദാവത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം പള്ളി തന്നെയാണ്. അതൊന്നും ആരും പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഞാൻ ചില സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും. എന്ത് റബീഉൽ അവ്വൽ ആദ്യത്തെ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഈ ലഘുലേഖകളും അതുപോലെ നോട്ടീസുകളൊക്കെ റബീഉൽ അവ്വൽ 12-ന് മുമ്പ് എല്ലാ തെങ്ങുമ്മലും ഒട്ടിച്ച് നടക്കലാണ് ചില ആളുകൾക്ക് പണി. ആളുകളെ പേരൊന്നും ഞാൻ പറയുന്നില്ല, സഹസിൽ അദാബ് ഇറങ്ങണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോ അങ്ങനെയുള്ള ആളുകൾ റബീഉൽ 12-ന്റെ മുമ്പായിട്ട് ഈ നോട്ടീസൊക്കെ ഒട്ടിച്ച് ലഘുലേഖ ഇറക്കിയിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച ചില അമലുകളിൽ വസ്വാസം ഉണ്ടാക്കിയിട്ട് അതിനെ കരിവാരി തേക്കുകയാണെങ്കിൽ വേണ്ടി വന്നാൽ ഞാൻ പള്ളിന്റെ മോന്തായത്തിലേക്ക് നോക്കി പ്രസംഗിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാരണം കുഴപ്പമുണ്ടായിട്ടല്ല, എനിക്ക് ഡേറ്റ് ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. 3-4 മാസങ്ങൾക്കപ്പുറം പ്രധാനപ്പെട്ട ആളുകളെ റെക്കമെൻഡ് ചെയ്തിട്ട് ഡേറ്റ് കൊടുക്കാൻ കഴിയാതെ ടെൻഷൻ അടിച്ച് നടക്കണ ഞാന് വരിയെന്ന് അറിയുമ്പോൾ ഓടിക്കളിച്ചപ്പോ എന്നെ കൊണ്ടായില്ല. പിന്നെ പ്രസംഗവും തിരക്കൊന്നുമില്ലാത്ത ആളുകൾ 4 സ്റ്റേജ് ഇട്ടിയാ തിരക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് ചിലപ്പോ ഇങ്ങനെ വെല്ലുവിളിച്ചൊക്കെ പരിചയിക്കും. അതിന് ഇന്നെ കിട്ടൂല, വേറെ ആളുകളെ നോക്കിയാൽ മതി. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അവസരം അല്ലെങ്കിൽ നിങ്ങളെ കാക്കാരോട് പറയാം വേദി ഉണ്ടാക്കി തരാൻ. അതിനെ എന്നെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കരുത്. ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ പറയാറുണ്ട്. ചില ഘോഷയാത്ര മുമ്പ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ ബോക്സ് ചില പള്ളിന്റെ നേരെ തിരിച്ചിട്ട് അവരെ ലഘുലേഖകൾക്കൊക്കെ ഞാൻ മറുപടി പറയലുണ്ട്. അത് അന്ന് ഇറങ്ങിയിട്ടില്ല. പിന്നെ ഈ പൂരം കഴിഞ്ഞിട്ട് വെടിവെട്ടിച്ചാൽ എന്താ ചെയ്യുന്നത്? പിന്നെ അതിന് ശേഷം ഒരു വാളുണ്ടായിരുന്നു. അതിന്റെ മുമ്പ് അങ്ങനത്തെ പ്രശ്നങ്ങൾ നടക്കുകയാണെങ്കിൽ ആ വാൾ അങ്ങാടിയിൽ ചാക്കായിരുന്നു. ഒക്കെ കഴിഞ്ഞിട്ട് മനുഷ്യൻ തിരക്കുടിച്ചിട്ട് ഉറങ്ങാൻ കഴിയാതെ ഓടി ചാടുന്ന സമയത്ത് വരിയും എന്ന് പറഞ്ഞാല് അത് സോക്കട് വേറെയാണ്. പിന്നെ ഞാൻ പൊതുവെ ഖണ്ഡന പ്രസംഗത്തിന് താല്പര്യമുള്ള ആളല്ല. ഈ ഞാൻ ഇവിടെ 12 കൊല്ലം നിങ്ങൾക്ക് അറിയോ, ഏതെങ്കിലും സ്ഥലത്തേക്ക് ഏതെങ്കിലും മൗലവിനെ ഖണ്ഡിക്കാനായിട്ട് കിതാബ് എടുത്തിട്ട് ഞാൻ പോയിക്കണം. ഇന്ന് തുടങ്ങിയ ഈ 12 കൊല്ലത്തിന്റെ അനുഭവത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ താല്പര്യം. എനിക്കതിന് താല്പര്യമില്ല. കാരണം അല്ലെങ്കിലോ മുസ്ലിം സമൂഹം പരസ്പരം ഭിന്നിച്ചിരിക്കുന്ന ഒരു സമയം. ആ സമയത്ത് നമുക്ക് എന്തെല്ലാം ഹൈറായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്ട്. കള്ളുടിക്കെതിരെ, വ്യഭിചാരത്തിനെതിരെ, സെക്സിനെതിരെ, ചാടിപ്പോക്കിനെതിരെ, സമൂഹത്തിൽ പലിശയിൽ കുളിക്കുന്നതിനെതിരെ ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാല്ലേ. അപ്പൊ പരമാവധി അനൈക്യത്തിന്റെ ശബ്ദം വേണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ സൗഹാർദ്ദത്തിന്റെ വിശാല മനസ്കതയുടെ കെട്ടുറപ്പിൽ ഇങ്ങനെ നടക്കുമ്പോ സാന്ദർഭികമായിട്ട് ചില സമയത്ത് നമുക്ക് പറയേണ്ട ചില അത്യാവശ്യങ്ങൾ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി ഞാൻ പറയാറുണ്ട്. ചില ആളുകൾ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് എന്താ അറിയോ, ഞങ്ങൾ മാന്യത വിട്ടുകൊണ്ട് ഒന്നും പറയണില്ല, വ്യക്തിപരമായിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ പറയട്ടെ, ആ പ്രസംഗിച്ച ആളടക്കം ഈ ലോകത്ത് മാന്യത വിട്ടുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ ആ പ്രസ്ഥാനമാണ്. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാളെ കുറിച്ച് പറയാണ്, അയാൾ കള്ളുടിയനാണെന്ന് പറഞ്ഞാൽ, അപ്പൊ എന്നെ കുറിച്ച് ഒരാൾ കള്ളുകുടിയനാണെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാം. കാരണം തൗബുണ്ട്. കള്ളു കുടിച്ചിട്ടല്ല, കുടിക്കാൻ ആഗ്രഹിച്ചിട്ടല്ല, വെറുപ്പുണ്ട്. പക്ഷെ ഒരാൾ പറഞ്ഞു റഹ്മാന് കള്ളുടിക്കുന്ന ആളാണ്, വിഷമുണ്ടാവും, പക്ഷെ സഹിക്കാം. എന്തേ? കള്ളുടിച്ചാൽ എന്തുണ്ട്? തൗബുണ്ട്. ഒരാളെ കുറിച്ച് വ്യഭിചരിച്ചു എന്ന് പറയാം, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, സഹിക്കാം, തൗബുണ്ട്. പക്ഷേ ഒരാളെ കുറിച്ച് പറയാണ് ശിർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയില്ല. എന്തേ? കാരണം തൗബല്ല. ഇത് സ്റ്റേജിൽ കയറിയിട്ട് ഉള്ള ഉസ്താദുമാർക്കെതിരെയും അലിഫും ബാവും പഠിപ്പിച്ചെന്ന ആളുകൾക്കെതിരെയും സ്വന്തം വാപ്പാക്കുമ്മാക്കെതിരെയും നാഴികക്ക് 40 വട്ടം സ്റ്റേജ് കെട്ടി പ്രസംഗിച്ചാലല്ലേ നിങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലെ നിങ്ങളുണ്ടോ? നിങ്ങൾ മുളച്ചതൈമെന്നല്ലേ? ജനങ്ങളെ പാരമ്പര്യത്തെ കുഫ്റാക്കിയിട്ടില്ലെങ്കിൽ ഈ പ്രസ്ഥാനങ്ങൾ ഉണ്ടോ? എന്നിട്ട് പറയാം മാന്യത വിട്ട് പ്രസംഗിക്കലില്ല. എന്താ നിങ്ങള് ഇരുമ്പോലൊക്കെ വിഴുങ്ങിട്ടാ ചുക്കുവെള്ളം കുടിക്കണേ? ഇരുമ്പിന്റെ ഒലക്ക വിഴുങ്ങ, എന്നിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ചുക്കുവെള്ളം കുടിക്കുക, ഇറക്കാൻ നോക്ക പറ്റൂല. നിങ്ങളൊരു പാരമ്പര്യം ഉണ്ട്, നാറാൻ നിൽക്കണ്ട.
ഈ സമൂഹത്തെ മുഴുവനും കാഫിര്യങ്ങളും മുശ്രിക്കുകളാക്കിയിട്ട് ഇവിടെ പറയിപ്പിച്ചങ്ങളെ നാറിയ ഒരു വിഭാഗമുണ്ട്. എന്നിട്ട് ഇരുമ്പിന്റെ ഒലക്ക് വാങ്ങിയിട്ട് ചുക്കുവെള്ളം കുടിച്ചിട്ട് തൗബ ചെയ്യാന്ന് കണ്ട. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറയാനുണ്ട്. ആ കൂട്ടത്തിൽ ദുആന്റെ കാര്യം മറക്കരുത്. പിന്നെ ഇവിടെ ഒരുപാട് സംഭാവന നൽകിയിട്ടുണ്ട്. വിദേശത്തേക്ക് പോകുന്ന സഹോദരൻ ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ നേർച്ചാക്കിയ 2000 രൂപ, മകന്റെ കണ്ണിന്റെ അസുഖം മാറാനും കുട്ടികളുടെ അസുഖം ശിഫയാവാനും 500 രൂപ, ഹലാലായ മുറാദുകൾ ഹാസിലാവാനും ദർസ് സലാത്തിലേക്ക് ഭക്ഷണം, മകളുടെ വിവാഹം ഹൈറാ രൂപത്തിൽ നടക്കാൻ 2000 രൂപ, ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ ബാംഗ്ലൂർ സ്വദേശി 1500 രൂപ ഉംറ വഴി കിട്ടിയതാണ്. ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ പള്ളിയിലേക്ക് 1000 രൂപ, ഒരു സഹോദരൻ 100 രൂപ. ബഹുമാനപ്പെട്ട കോട്ടുമല വാപ്പുസ്ത വളരെ അത്യാവശ്യ നിലയിലാണ്. അള്ളാഹു ശിഫായി കൊടുക്കട്ടെ. പിന്നെ ഒരു പാവപ്പെട്ട മുഅദ്ദിന് വേണ്ടിയാണ്, പള്ളിയിലെ മുഅദ്ദിന് വേണ്ടിയാണ് പിരിവ് കഴിയുന്ന അദ്ദേഹത്തിന്റെ ഹാർട്ടിന്റെ ഓപ്പറേഷൻ 1 ലക്ഷം രൂപ അദ്ദേഹം ഒരുമിച്ച് കൂട്ടാൻ സമ്പാദിക്കാൻ വേണ്ടി വളരെ പാടുപെടുകയാണ്. വളരെ പാവപ്പെട്ട ഒരു ഫക്കീറാണ്. പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ആളാണ്. അദ്ദേഹം മുമ്പ് എം നഗറിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. മാണൂർ സ്വദേശിയാണെന്ന് എന്റെ ഓർമ്മ അല്ലേ. അപ്പൊ കഴിയുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ സോക്കട് ശിഫായി കൊടുക്കട്ടെ. നമ്മളെ അറ്റാക്കിൽ നിന്നൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പാവങ്ങളെ സഹായിച്ചവരെ അള്ളാഹു സഹായിക്കട്ടെ. അവരെ അള്ളാഹു ഇസ്സത്തിലാക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഞാൻ ആദ്യം 1-2 കാര്യങ്ങളോട് ചോദിക്കാം. ഞാൻ ഇന്നേ വരെ ഇവിടെ പ്രസംഗിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഔലിയാക്കൾ നിസ്കരിക്കാത്തവരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഔലിയാക്കൾ എന്ന് വന്നാൽ നിസ്കരിക്കാത്തവരാണ് ഞാൻ പറഞ്ഞോ? അല്ല, പറഞ്ഞിക്കണെങ്കിൽ പറഞ്ഞത് നിങ്ങളോടല്ലേ ഇപ്പൊ ഞാൻ പറയുന്നത്. പള്ളിയിൽ വന്ന് പ്രസംഗിച്ചാൽ ഞങ്ങൾ അറിയില്ല എന്ന് പറയാൻ കണ്ട. ഞാൻ പള്ളിയിൽ പ്രസംഗിച്ചതിന് ഞങ്ങൾ അങ്ങാടിയിൽ മറുപടി കൊടുത്തു. ഞാൻ അങ്ങാടിയിൽ പ്രസംഗിച്ചതിനെല്ലാം മറുപടി കൊടുത്തത് പള്ളിയിൽ പ്രസംഗിച്ചതിനാ. അപ്പൊ ഇവിടെ പറഞ്ഞ കേൾക്കൂല എന്ന് പറയാൻ നിൽക്കണ്ട, പൊട്ടന്മാരാക്കണ്ട. പറയുന്ന പൊട്ടത്തര ആദ്യം ചിന്തിക്കണം. പൊള്ളു പറയുന്നതിന് ഒരു പരിധിയാക്കണം. ജനങ്ങൾ വിശ്വസിക്കുന്ന പൊള്ളുകാരാണ്. തോട്ടിൽ ചൂണ്ടലിട്ടപ്പോ അയിലനെ കിട്ടി നിങ്ങൾ പറഞ്ഞോളി. കാരണം അയിലനെ തോട്ടിൽ കിട്ടൂല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പൊരിച്ച അയിലിനെ കിട്ടിയെന്ന് പറയുന്നത് കാരണം ഈ ജനങ്ങൾ വിശ്വസിക്കൂല. തോട്ടിൽ ചൂണ്ടലിടുമ്പോ പൊരിച്ച അയിലൊന്ന് ഒത്തുവോ? കൊത്തിക്കണോ? ഇല്ല. അപ്പൊ അങ്ങനെ പറയാൻ നിൽക്കരുത്. പള്ളിയിൽ പറഞ്ഞ ഞങ്ങൾ കേൾക്കൂല എന്ന് പറയില്ലേ. കാരണം പള്ളിയിൽ പറഞ്ഞതിന് ഞങ്ങള് മറുപടി അല്ല, മറപടി. ഒരു മറുപടി നടത്തിയത് അതിന്റെ നിജസ്ഥിതി ഞാൻ പറഞ്ഞുതരാം. ഞാൻ പ്രസംഗിച്ച എന്താണ്, നിങ്ങൾ വിശദീകരിച്ച എന്താണ്. ഈ ഉള്ള ആളുകൾ അങ്ങാടിയിൽ കിട്ടൂല. കണ്ടോ, പള്ളി നിറഞ്ഞു നിൽക്കാണ്. ഇത്രയും ജനങ്ങൾ അങ്ങാടിയിൽ ഉണ്ടാവില്ല. കാരണം തിരക്കിട്ട് പണിയായിരിക്കും. അതുകൊണ്ട് അങ്ങാടിയിൽ ആളെ കിട്ടൂല എന്നൊന്നും വെറുംപെടായി പറയാൻ നിൽക്കണ്ട. അങ്ങാടിയിലുള്ള ആളെക്കാളും കൂടുതൽ ആളുകൾ പള്ളിയിൽ എല്ലാ ആഴ്ച എന്റെ പ്രസംഗം കേൾക്കാണ്ട് എനിക്ക് അവരോട് പറഞ്ഞാൽ മതി. പിന്നെ നിങ്ങളെ പ്രസംഗം കൊണ്ടൊന്നും ഈ നാട്ടിൽ ആർക്കും വിശ്വാസം ഉണ്ടായിട്ടില്ല. എല്ലാരും എന്നോട് പറഞ്ഞത് സ്ഥലേ മറുപടി പറയണ്ട, അതിന് മറുപടി പറയണ്ട. കാരണം ഔലിയാക്കളെ തെറി പറയലേ പണി ഉണ്ടായിരുന്നുള്ളൂ. അതിന് അദ്ദേഹം എടുത്ത ചില തന്ത്രം ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ ദജ്ജാലിനൊരു സ്വഭാവമുണ്ട്. മിനി ദജ്ജാലുകൾക്ക് മെഗാ ദജ്ജാല് വരാണ്ട്. ആ മെഗാ ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞത്. വലിയ ദജ്ജാല് വരുന്നതിന് മുമ്പ് കൃത്രിമമായിട്ടുള്ള ചെറിയ ദജ്ജാലുകൾ അവർക്കൊരു പണിയുണ്ട്. സത്യ അസത്യം കൂട്ടിക്കലർത്തിയിട്ട് കൺഫ്യൂഷൻ ആയിട്ട് പറയും. അതാണ് ഒരു സഹോദരൻ പറഞ്ഞിട്ട് പ്രസംഗിച്ചത്. അയാൾ ഇങ്ങനെ ഔലിയാക്കളെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞ മായി തന്നെ എന്ത് ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ തക്കുള്ളവരാണ്. അൽ മുവാലിബു, അവർ ത്വാത്തിൽ നിത്യമായവരാണ്. അൽ ആരിഫു ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് അറിയുന്നവരാണ്. എല്ലാ ഇബാദത്തും പറഞ്ഞു. ഇങ്ങോട്ട് പറഞ്ഞിട്ട് കോയപ്പാപ്പന്റെ അടുത്ത് ഒരൊറ്റ ചാട്ടം. അതെ രസം. ഔലിയാക്കളെ ഇങ്ങനെ പറഞ്ഞാണ്ട് ഭയങ്കര കോയപ്പാപ്പന്റെ അടുത്ത് ഒരൊറ്റ ചാട്ടം. എന്നിട്ട് എന്നെ വെല്ലുവിളിക്കാം. കോയപ്പാപ്പ തുണി എടുക്കലില്ല, റഹ്മാനെ വെല്ലുവിളിക്കുന്നു. എങ്ങനെയുണ്ട്? അല്ല, പ്രസംഗത്തിന് കോലം നോക്കാണെങ്കിൽ ഔലിയാക്കൾ എങ്ങനെ പറഞ്ഞു. ഞാൻ ദ്വാരണം ചെയ്ത് പഠിച്ചോനെ ഇയാള് ശരിയെന്നല്ല ഈ പറയണത്. ഞാൻ അങ്ങനെ ദ്വാരുന്നു. ഔലിയാക്കളെ കഴിഞ്ഞൊക്കെ ഭയങ്കര ഒരൊറ്റ ചാട്ടം. എന്നിട്ട് എന്നോട് അറിയാം കോയപ്പാപ്പ തുണി എടുക്കലില്ല, റഹ്മാന് മറുപടി അറിയണം. CM മടവൂര് സ്വർണത്തിന്റെ ചെയിന് ധരിച്ചിരുന്നു, റഹ്മാന് മറുപടി അറിയണം. മുനമ്പത്തെ ബീവി എങ്ങനെയാണ് ഫാത്തിമ, അത് റഹ്മാന് മറുപടി അറിയണം. ഇന്ന് വരെ മുനമ്പത്തെ ബീവിനെ കുറിച്ച് നമ്മുടെ പറഞ്ഞോ? അല്ല, ഇന്ന് വരെ മുനമ്പത്തെ ബീവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞണം. എതിർത്തിട്ടില്ല. എനിക്കറിയില്ല, എനിക്കതിന് സമയമില്ല. ഞാൻ എല്ലാ ബീവികളും പഠിച്ചു നടക്കാം. അങ്ങനെ ഞാൻ തീരെ അറിയാത്തൊരു ബീവിനെ പരടി കെട്ടിട്ട് മറുപടി പറയണോ? കോലം കെട്ടില്ല. അപ്പൊ കുറച്ച് പൊട്ടന്മാർ മുമ്പിൽ എന്തൊരത്ഭുതമാണ്. തർക്കടില്ല. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച മുനമ്പത്തുവിന്റെ മതം പറയാണ്. അല്ല, ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇങ്ങനെ പറയാം. മുനമ്പത്ത് ബീവി ആരാന്നറിയോ? അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ആ വെല്ലുവിളിക്ക് അർത്ഥമുണ്ട്. ഞാൻ സ്വപ്നത്തിൽ ചിന്തിക്കാത്ത ഒരു ബീവിന് തലക്കിട മറുപടി അറിയണം. ഇത് ഞാൻ പറഞ്ഞു മറുപടി അല്ല, മറപടി. കോമാളി പ്രസംഗിക്കാം. നിങ്ങൾക്ക് പ്രസംഗത്തിന് അവസരം ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഈ തിരക്കുള്ള മുന്നിലിട്ടിട്ട് നിങ്ങൾ സ്റ്റേജ് ഉണ്ടാക്കാൻ നോക്കാം, നടക്കൂല.
നിങ്ങൾക്ക് അവസരം അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിൽ പോയിട്ട് പറയാ പ്രസംഗിക്കാൻ അവസരം തരുന്നത്. കാരണം ആളുകളെ കാഫിര്യങ്ങളാക്കണല്ലോ, ബാപ്പാനെ മുസ്ലിക്കാക്കണ്ടേ, അൽഫ് ഒഴിപ്പിച്ചെന്ന ഉസ്താദിനെ മുസ്ലിക്കാക്കണ്ടേ. അതിന് നിങ്ങൾക്ക് വേദി കിട്ടൂല. എന്ത് അതിന് നിങ്ങളെ കാക്കാരുണ്ടാവും ഓഫീസിൽ, അവരോട് പറയും വേദി ഉണ്ടാക്കി തരണം. അല്ലാതെ ഞങ്ങളെ പോലത്തെ മുമ്പിലിട്ടിട്ട് വേദി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണ്ട, അതിന് വേറെ വഴി നോക്കിയാൽ മതി. അതുകൊണ്ട് അതിന്റെ നിജസ്ഥിതി ഞാൻ പറഞ്ഞുതരാ. ഇവിടെ ഇബ്നു തൈമിയ്യയുടെ ഫത്വാ എടുത്ത് പരിശോധിച്ചു. ഔലിയാക്കൾ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കണേ നിസ്കരിക്കാത്തവരെന്നല്ല. ഞാൻ അതിനെതിരെ ശക്തമായിട്ട് പ്രസംഗിക്കുന്ന ആളാ. എത്ര സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, നിങ്ങൾ ക്ലിപ്പ് കേട്ടിട്ടില്ല. മഹാന്മാര് ശരീഅത്തിനെതിരെ ആര് രംഗത്ത് വന്നിട്ട് അത്ഭുതം കാണിച്ചാലും നമ്പാൻ പാടില്ല എന്ന് വളരെ ശക്തമായിട്ട് പ്രസംഗിച്ച ആളല്ലേ നിങ്ങൾ കേട്ടിട്ടില്ല. ശരീഅത്തിനെതിരെ ജീവിച്ചിട്ട് ഒരാൾ അത്ഭുതം കാണിച്ചാൽ അതിന് കറാമത്ത് പേരിടാതെ ഞാൻ പറഞ്ഞിട്ടില്ലേ. അങ്ങനത്തെ എന്നോടാ പറയണത്, നിസ്കരിക്കാത്തവർക്ക് തെളിവ് പറയണം. മറ്റൊരു കാര്യങ്ങൾ മനസ്സിലാക്കണം, ഔലിയാക്കളെ കൂട്ടത്തിൽ മഅദൂരീങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ദുന്യവിയായ കാര്യം ചിന്തിച്ചാൽ തന്നെ മാനസികമാവും. മോളെ കെട്ടിക്കാനുണ്ട്, ടെൻഷൻ അടിച്ചിട്ട് മാനസികമായ ആളുകളില്ലേ, മോൻ മരിച്ചു, ഭ്രാന്തായ ആളുകളില്ലേ, അവർക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? ഭ്രാന്തായ നിസ്കാരം നിർബന്ധമുണ്ടോ? ഇല്ല. ഇങ്ങനെ ഔലിയാക്കളെ കൂട്ടത്തിൽ മടവൂരിനെ കുറിച്ച് നിങ്ങൾ നിസ്കരിക്കണില്ല എന്ന് പറഞ്ഞു. മടവൂരിന്റെ ചരിത്രങ്ങൾ വായിച്ചോ? ആദ്യകാലത്ത് അവര് വളരെ കൂടുതൽ ദർശനത്തിരുന്ന ആളാണ്. സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് പാതിരാവിന്റെ ഉള്ളറയിൽ സുജൂദ് കൊണ്ട് പള്ളിയെ ധന്യമാക്കിയിട്ട് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്ന ആളാണ്. അവർക്ക് ഒരു പക്ഷേ അള്ളാഹുവിനെ സ്നേഹിച്ച് അതിൽ നിയന്ത്രിക്കാൻ കഴിയാതെ ഭ്രാന്തായിട്ടുണ്ടാകാം. അവരെ കുറിച്ച് ഇബ്നു തൈമിയ്യ എന്താ പറഞ്ഞത്? അവരെ കുറ്റം പറയാൻ പാടില്ല. നേതാവിന്റെ കിതാബ് ഒന്ന് പരിശോധിച്ചൂടെ? നേതാവിന്റെ കിതാബ് ഒന്ന് പരിശോധിച്ചൂടെ? അദ്ദേഹം സർവകലാ വല്ലഭനല്ലേ നിങ്ങളുടെ ഭാഷയിൽ? അതല്ലേ പറഞ്ഞത്? അങ്ങനെയുള്ള തല കറങ്ങിപ്പോയ മജ്നൂനുകളുടെ ഹുക്കുമിലുള്ള ആളുകളുണ്ട്. അത് അവരുടെ സ്വന്തം കാരണത്താലല്ല ഭ്രാന്തായത്. അതുകൊണ്ട് അവർക്ക് റുഫിയൽ ഖലമു അൻഹും, അവരെ തൊട്ട് അള്ളാഹുവിന്റെ കലം ഉയർത്തപ്പെട്ടു എന്നാൽ അവർക്ക് തക്ലീഫില്ല. തക്ലീഫില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് നിസ്കരിക്കേണ്ടി വരൂല, കാരണം അവർക്ക് ഭ്രാന്താണ്. അങ്ങനത്തെ ഒരു മൂന്നാളത്തിന് മുമ്പിലിടാം. എന്നിട്ട് വരാം റഹ്മാനി മറുപടി പറയണോ? എന്നുണ്ട് ഔലിയാക്കളെ കൂട്ടത്തിൽ ഭ്രാന്തന്മാരെ മുമ്പിലിടാം, റഹ്മാന് മറുപടി പറയണോ? അപ്പൊ കുറച്ചാൾക്കാര് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, തലയിൽ വെണ്ണൂരേറ്റ് നടന്നപ്പോ ഒരാൾപ്പാർപ്പുണ്ടാവണം, എന്തെങ്കിലും പറയില്ല. പിന്നെ നിങ്ങൾ ഞാൻ പ്രസംഗിച്ചതായി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിന് ഞാൻ മറുപടി അറിയാം. കാരണം കോയപ്പാപ്പാന്റെ എനിക്ക് ഉത്തരവാദിത്തമില്ല. അത് നിങ്ങൾ ആക്കിയപ്പോ നിങ്ങൾ സൂക്ഷിച്ചോ? പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കോയപ്പാപ്പാന്റെ ജനാസക്ക് പോയിട്ട് നേതൃത്വം കൊടുത്താൽ വേങ്ങരയിൽ കുറെ പിരാന്തന്മാര് വേറെ ഉണ്ട്, അവിടെ ഒന്നും തങ്ങൾ പോയിട്ടില്ല. ഒരു കോയപ്പാപ്പാനെ തങ്ങൾ എന്താ അങ്ങനെ കണ്ടത്? വേങ്ങരയിൽ കുറെ ഭ്രാന്തന്മാര് വേറെ ഉണ്ടല്ലോ, എന്താ അവിടെ നിന്ന് ആളുകൾ പോകാത്തത്? അപ്പൊ കോയപ്പാപ്പ സാധാരണ ഒരു ഭ്രാന്തണ്ടായ ആളല്ല, അള്ളാഹിനെ കുറിച്ച് ചിന്തിച്ചിട്ട് തല കറങ്ങിയ ആളാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് അവരുടെ ചരിത്രം വെച്ചുകൊണ്ട് ബോധ്യപ്പെട്ടപ്പോ ആരും കോയപ്പാപ്പാനെ വിമർശിക്കാൻ പോയില്ല. നോമ്പ് കാലത്ത് അവര് നോമ്പ് വെക്കൂല ആയിരിക്കാം, ഭ്രാന്തന്മാര് നോമ്പ് വെക്കോ? ഭ്രാന്തന്മാര് നോമ്പ് വെക്കോ? പക്ഷെ പടച്ചവൻ അവരെ സ്വീകരിക്കും. എന്തുകൊണ്ട്? അള്ളാഹിനെ ചിന്തിച്ചിട്ട് ഭ്രാന്തായതാ, അതുകൊണ്ട് അവരെ അള്ളാഹു സ്വീകരിക്കും എന്നാണ് മഹാന്മാരുടെ തീരുമാനം. എന്നിട്ട് ഇതിട്ടിട്ട് വെറുതെ പരിഹസിച്ച് പ്രസംഗിക്കാം. ഇതൊക്കെ അള്ള പൊരുത്തപ്പെട്ട ആളുകളാണെങ്കിൽ മൗലവി ആഖിബത്ത് ചീഞ്ഞു നാറിയിട്ട് ചത്തുപോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞൊരു സംഗതി അത് ഞാൻ പറയാം, അത് സത്യം. അത് പിന്നെ മൂപ്പര് ഭയങ്കര രസമുണ്ടായി. എന്താ അറിയോ, ഞാൻ അങ്ങനെ ഒരു 3-4 ചോദ്യം ചോദിച്ചു. നബിദിനം സിദ്ദീഖുൽ അക്ബർ നബിദിനം നടത്തിയിട്ടുണ്ടോ? ഉമറുൽ ഫാറൂഖ് ഘോഷയാത്ര നടത്തിയിട്ടുണ്ടോ? ഇവരിങ്ങനെ ചോദിക്കും. അപ്പൊ ഞാൻ അതിനൊപ്പിച്ചിട്ട് കുറച്ച് ചോദ്യം അങ്ങോട്ട് വെച്ചു. എന്താ ചോദിച്ചത്? ഉമറുൽ ഫാറൂഖ് മദ്രസ നടത്തിയിട്ടുണ്ടോ? സിദ്ദീഖുൽ അക്ബർ സ്കൂൾ നടത്തിയിട്ടുണ്ടോ? അലിയാർ സിംബോസിയം നടത്തിയിട്ടുണ്ടോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയിട്ടുണ്ടോ? അതിന് മൂപ്പരെ മറുപടി കേട്ടോളിക്കാം. അത് റഹ്മാനി മൂപ്പർക്ക് മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കണ ശിർക്ക് എന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. റഹ്മാനി റഹ്മാൻ എന്നെ സാധിപ്പിച്ചത് എന്താ കാര്യം? ഹിദായത്തേക്ക് വരില്ലാതെ മാർഗണ്ടോ? നിങ്ങൾ ഹിദായത്തേക്ക് വരി, ഞാൻ സ്ഥലത്തില്ലല്ലോ, സ്ഥലത്തില്ലാത്ത എന്നെ വിളിക്കണേ ശിർക്കല്ലേ? മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചാൽ ശിർക്കായി. ഇതിങ്ങനെ റഹ്മാനി റഹ്മാനി മുള്ളാനി എന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് കരഞ്ഞിട്ട് എന്താ കാര്യങ്ങൾ? ഹിദായത്തേക്ക് വരി, നമുക്ക് ഒപ്പിരുന്ന് ചായ പിടിക്കാം, അവിടെ നിന്നിട്ട് കരഞ്ഞിട്ട് എന്താ കാര്യങ്ങള്? അപ്പോ എന്താ മൂപ്പര് മറുപടി എന്താ? അതായത് മൂപ്പര് പറയാം മദ്രസക്ക് മദ്രസ സിദ്ദീഖുൽ അക്ബർ നടത്തിയിട്ടുണ്ടോ? സ്കൂള് സിദ്ദീഖുൽ അക്ബർ നടത്തിയിട്ടുണ്ടോ? എന്നിട്ട് മൂപ്പര് മറുപടി നിങ്ങൾക്കറിയോ? മദ്രസ ആദ്യം നടത്തിയത് ഞങ്ങളാണ്. അപ്പൊ മറുപടി എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് മദ്രസ അറിയില്ലേ? അത് കേരളത്തിൽ ആദ്യം ഉണ്ടാക്കിയത് ഞങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഈ വിദേഹത്തൊക്കെ തുടങ്ങിയത് പോലാണ്. എനിക്കുള്ള മറുപടി പൊട്ടത്തരന്നല്ല.
എന്നിട്ട് മൂപ്പര് അവിടെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത് ശരിയാ, എന്താ പറയുന്നോ, നിങ്ങൾ ഉസൂല് പഠിക്കാത്തോണ്ടാ. എന്താണ് എന്ന് പറഞ്ഞാൽ മദ്രസയിൽ നടക്കുന്നത് എന്താണ് റഹ്മാനി എന്നോട്, എന്താ ഖുർആൻ പഠിപ്പിക്കുക, തജ്വീദ് പഠിപ്പിക്കുക, താരീഖ് പഠിപ്പിക്കുക, അതിന് മദ്രസ എന്ന് പേരിടുക. അതന്നെ ഞാൻ പറയുന്നത്. എന്താ മദ്രസയിൽ ഇവിടെ മൗലിദാഘോഷത്തിൽ എന്താ നടക്കുന്നത്? മദ്ഹ് പറയാ, മദ്ഹ് പാട്ട് പാടുക, ഈ അള്ളാന്റെ ഹബീബിന്റെ മേൽ സലാത്തല്ല, റസൂലുള്ളാഹിന്റെ വഫാത്ത് പറഞ്ഞ് കരയാ, റസൂലുള്ളാഹിന്റെ ജന്മം പറഞ്ഞ് സന്തോഷിക്കുക. ഇതിലേതാ തെറ്റ്? അതിനെന്ത് പേരിടും? മൗലിദുർ റസൂൽ എന്ന് പേരിടും. ഏതുപോലെ ഖുർആൻ പഠിപ്പിക്കുക, തജ്വീദ് പഠിപ്പിക്കുക, ഫിഖ് പഠിപ്പിക്കുക, താരീഖ് പഠിപ്പിക്കുക, മദ്രസ എന്ന് പേരിടും. ഇസ്ലാമിക ദഅവത്ത് നടത്തുക, സമ്മേളനം പേരിടും. ഇസ്ലാമിക ദഅവത്ത് നടത്തുക, സെമിനാർ എന്ന് പേരിടും. ഇസ്ലാമിക ദഅവത്ത് നടത്തുക. ഒക്കെ കഴിഞ്ഞിട്ട് രസമുണ്ടായി. ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളെന്നോട് പറഞ്ഞ സംഭവം നടന്നു. ഞാനത് കേൾക്കാനും പോയില്ല, എനിക്ക് കേൾക്കാനും സമയമില്ല. പിന്നെ ഇന്നലെ ഒരു പരിപാടി ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം വണ്ടിയിൽ നിന്ന് കുറച്ച് കേട്ടത്. അപ്പൊ ഈ പ്രസംഗം കഴിഞ്ഞ പിറ്റേന്ന് ഒരുത്തൻ കല്യാണത്തിന് വിളിക്കാൻ വന്നിരിക്കണം. ഇതിലെ കൂട്ടത്തിൽ ഏറ്റവും തലയെടുപ്പുള്ള ആള്. ഞാൻ ആദ്യം വിചാരിച്ച് വേറെ അയാള് നമ്മളോട് ചെറിയ രൂപത്തിലൊക്കെ സ്നേഹം കാണിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സാരില്ലാന്നേറ്റ് പറയാൻ വരുമെന്ന് ആദ്യം കരുതിയത്. അപ്പൊ മൂപ്പര് വരുന്നത് ഒരു കത്ത് കുടിച്ചോണ്ട്, ചെറിയൊരു കത്ത്. കാരണം മോളെ കല്യാണത്തിനേറ്റ് ക്ഷണിക്കാണ്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു കത്ത് അടിച്ചിട്ട് റസൂലിന്റെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നോ? അല്ല, അത് ചിന്തിക്കാം. ഇങ്ങനെ ഒരു കല്യാണം വരുമ്പോ മദീനത്ത് ഒന്നായിട്ട് കത്തടിച്ചിറക്കിന്നോ? ഇത് പൈസ ചെലവാക്കിയിട്ട് ചെയ്യല്ലേ നിങ്ങൾ? ഇത് കൂലിക്കാൻ ചെയ്യല്ലേ? ഇത് ആളെ കോമാളിയാക്കാൻ ചെയ്യണം. അപ്പൊ ദൈവത്തിന് വേണ്ടിയിട്ട് കല്യാണത്തിന് ക്ഷണിക്കാൻ നിങ്ങൾ ഒരു കത്ത് ഇറക്കൽ പ്രോഗ്രാം അത് എന്ന് തുടങ്ങിയതാണ്. അത് വിധേയത്തല്ലേ? മൗലിദിന്റെ ഗ്രന്ഥമൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. അതാദ്യം മുസാഫ് തീരുമാനാക്കിയിട്ട് പറയാം. കാരണം റസൂലുള്ളാഹിന്റെ കാലത്ത് മുസാഫ് ഇല്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് മുസാഫ് ഇല്ല. മുസാഫ് പിന്നുണ്ടായതാണ്. അത് തെറ്റാണെന്ന് സ്വഹാബാക്കൾക്ക് അഭിപ്രായം ഉണ്ടായിട്ടില്ല. കാരണം അതിനെക്കുറിച്ച് ബിദ്അത്തുൻ ഹസനത്താണെന്നാ പറയാം. അതൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കണം. ബിദ്അത്തുൻ ഹസനത്താണ്. ബിദ്അത്ത് എന്ന് കേൾക്കുമ്പോഴേക്ക് ചാടാൻ നിൽക്കണ്ട. ബിദ്അത്ത് നല്ലതുണ്ട്, മോശപ്പെട്ടതുണ്ട്. ശരീഅത്തിൽ ഒരു കാര്യം വിലക്കാത്ത സ്വഭാവത്തിൽ ഒരാളോടുള്ള സ്നേഹപ്രകടനത്തിൽ എന്തുമാകാം. അതിന് അതേ രൂപത്തിലുള്ള മോഡൽ കിട്ടണം എന്ന് നിങ്ങൾ വായിച്ച ഇബാറത്തോണ്ട് തന്നെ മനസ്സിലാവും. കിട്ടണ്ട. എന്തുകൊണ്ട്? ഇസ്ലാമിൽ അസ്ലില്ലാത്തത് ഉണ്ടാക്കിയാലേ തെറ്റാവുള്ളൂ. അസ്ലില്ലാത്ത എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മദ്ഹിന് അസ്ലുണ്ട്, അള്ളാന്റെ റസൂലിനോടുള്ള മഹബത്തിന് അസ്ലുണ്ട്. പക്ഷേ അതൊരു പ്രത്യേകമായ ആവേശത്തിൽ, പരിവേഷത്തിൽ, സ്വഭാവത്തിൽ, ഭാവത്തിൽ നമ്മൾ കാലോചിതമായിട്ട് നടത്തുന്നു. അതിന് അസ്ലില്ല. അത് മോഡൽ മാറി എന്നതാണ് എന്റെ അർത്ഥം. മദ്രസ പോലെ, നമ്മൾ സെമിനാർ പോലെ, മാസിക പോലെ, മാധ്യമങ്ങളെ പോലെ, പ്രഭാഷണങ്ങളെ പോലെ, CD പോലെ, കല്യാണത്തിന് കത്തയക്കും പോലെ, അങ്ങനെ പലതും പലതും പലതും. അതിനൊന്നും നിങ്ങൾ ഞങ്ങളാണ് ആദ്യം നടത്തിയെന്ന് പറഞ്ഞാൽ മറുപടി ആവില്ല. അതൊക്കെ ആദ്യം മനസ്സിലാക്കിക്കണം. പിന്നെ നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞു. ഒന്ന് ഞാനിവിടെ പറഞ്ഞിരുന്നു, മഹാനരായ സയ്യിദുൽ ഔലിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശറഫാക്കപ്പെട്ട ശരീരം അത് സ്വഹാബാക്കൾ പൊക്കിയെടുത്തിട്ട് ആര് സിദ്ദീഖിന്റെ ശരീരം കൊണ്ടുവന്ന ആരാ? സ്വഹാബാക്കൾ കൊണ്ടുപോയിട്ട് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, നബിയെ ഇത് നിങ്ങളെ സിദ്ദീഖാണ്, ഞങ്ങൾ ഇത് ഇറക്കി വെച്ചിട്ടുണ്ട്, എന്താ വേണ്ടത്? അപ്പൊ ഫനൂദിയ ഖബരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വിളിയാളം കേട്ടു, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, നിങ്ങൾ ഹബീബിനെ ഹബീബിലേക്ക് ചേർത്തി വെച്ചോളി. ഇതിനെ കുറിച്ച് മൂപ്പര് പറഞ്ഞു, അങ്ങനെ ആധികാരികമായിട്ട് ഒരു രേഖയും ദുനിയാവിൽ എവിടെയില്ല. നിങ്ങൾക്ക് കാണണോ രേഖ? നിങ്ങൾക്ക് കാണണോ? ഞാൻ വെറുതെ എന്റെ സമയം ചെലവഴിക്കാൻ കണ്ട. ഇത് ഇമാം റാസിയുടെ കിതാബാണ്. നിങ്ങൾ കേൾക്കണ്ടല്ലോ, ഇമാം റാസിയുടെ കിതാബ്. റാസി ഇമാമിനെ അറിയില്ല. ഇമാം റാസി ഒഴിവാക്കിയിട്ട് എന്ത് തൗഹീദാ മൗലവി നിങ്ങൾ പറയുന്നത്? ഇമാം റാസിക്ക് ഖുർആൻ തിരിയില്ലേ, ഹദീസ് തിരിയില്ലേ, ആയത്ത് തിരിയില്ലേ, തഫ്സീർ അറിയില്ല, അവർക്ക് ഉസൂൽ അറിയില്ല, അവർക്ക് ദീൻ അറിയില്ല, അവർക്ക് ശിർക്ക് അറിയില്ല, തൗഹീദ് അറിയില്ല. ഇത് റാസിയുടെ കിതാബല്ലേ? ഇമാം റാസിയുടെ കിതാബല്ലേ ഇത്? ഈ കിതാബിൽ സൂറത്തുൽ കഹ്ഫ്, ആ സൂറത്തുൽ കഹ്ഫില് മഹാനരായ ഇമാം റാസി റഹിമഹുല്ലാഹ് പറഞ്ഞ സംഭവമാണ് ഞാൻ പറഞ്ഞത്. കേട്ടോളി. ഇത്രേ ആളുകൾ മുമ്പിൽ പള്ളിയിൽ വെച്ചിട്ട് ഇതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വാക്കു, ഒരു ചരിത്രം ഉദ്ധരിച്ചാൽ കിതാബ് തിരിയാത്തവർക്കും ഒരിക്കലും തന്നെ നിഷേധിക്കാൻ കഴിയില്ല. തിരിയുന്ന ആരുണ്ടെങ്കിലും വന്ന് നോക്കാം. ഇല്ലെങ്കിൽ ഇന്ന് ഈ പള്ളിയിൽ നിന്ന് രാജിവെക്കും. കിതാബ് തിരിയുന്ന ആളുകൾ ഇവിടെ തന്നെ പള്ളിയിൽ നിന്ന് ഇന്ന് രാജിവെക്കും. ഇന്ന് അസറിന് മുമ്പ് ഇവിടുന്ന് പോകും.
ഇന്ന് അസറിന് മുമ്പ് ഇവിടുന്ന് പോകും. കേട്ടോളൂ എന്താണെന്നറിയോ? മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് മഹാനായ റാസിമാം പറയാണ്. ഖുലഫാഉ റാഷിദീങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട കറാമത്ത് പറഞ്ഞിട്ട് അമ്മ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫമിൻ കറാമത്തിഹി, ഇമാം റാസിയാണ്, ഞാനല്ല, സമസ്തയുടെ നേതാക്കളല്ല, ഇമാം റാസി. ഇതെന്താ ശിർക്കാണോ? ഇത് റാസിമാം എന്തിനായി കിതാബിൽ കൊടുത്തത്? ഇമാം റാസി എന്തിനാണ് ഈ ചരിത്ര കിതാബിൽ കൊടുത്തത്? ശിർക്ക് പഠിപ്പിക്കാനാ? കുഫ്ർ പഠിപ്പിക്കാനാ? എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? മഹാന്മാരെ ഇത്ര തരം താഴ്ത്താൻ അതിനുവേണ്ടി വേദി കെട്ടാൻ നാണമില്ലേ സഹോദരന്മാരെ? ആക്കബത്ത് നിങ്ങൾക്കും നമുക്ക് അല്ലാഹു നന്നാക്കി തരട്ടെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു കറാമത്തിൽപ്പെട്ടാണ് അന്നഹു ലമ്മാ ഹുമിലത്ത് ജനാസത്തുഹു ഇലാ ബാബി ഖബറിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിലേക്ക് അബൂബക്കർ സിദ്ദീഖിനെ കൊണ്ടുപോകപ്പെട്ടപ്പോൾ ഓനൂദിയ, അവിടുന്ന് വിളിച്ചു പറഞ്ഞു റസൂലുള്ളാഹിനോട്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഖബറിൽ കിടക്കുന്ന മുത്തുനബി കേൾക്കൂല എന്നല്ല സ്വഹാബത്തിന്റെ വിശ്വാസം. ഫഇന്നക ലാ തുസ്മിഉൽ മൗതാ എന്ന് നിങ്ങൾ പലവട്ടം റഹ്മാനി റഹ്മാനി എന്ന് വിളിച്ചു ഓതിയിട്ടുള്ള ആയത്ത് സുല്ലമി നിങ്ങളെക്കാൾ എന്നെക്കാൾ തിരിയുന്നത് സ്വഹാബാക്കളല്ലേ. ആ സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുകയാ, യാ റസൂലല്ലാഹ് ഹാദാ അബൂബക്കറിൻ ബിൽ ബാബി യാ റസൂലല്ലാഹ്. അബൂബക്കറിനെ നിങ്ങളുടെ അരികിലേക്ക് ഞങ്ങൾ ഇതാ കൊണ്ടുവന്നിരിക്കുന്നു നബിയേ. ഇത് നന്നായി പഠിച്ച സ്വഹാബാക്കളെ വിളിച്ചേർന്ന് കൂട്ടത്തിൽ ഒരാൾ പറയില്ലേ, എന്തായി പറഞ്ഞേ റസൂലുള്ളാഹിനോട് പറയേ, ഫൈനക്കലാ തുസ്മിൽ മൗത്ത സൂറത്ത് റൂമിലെ ആയത്ത് നിങ്ങൾക്ക് അറിയില്ലേ എന്നൊരൊറ്റ സഹാബിയും പറഞ്ഞില്ല. ഞാൻ ഓൽക്കറിയാം നിങ്ങൾ പറഞ്ഞ അർത്ഥമല്ല ആ ആയത്തിന്, ഓൽക്കറിയാം നിങ്ങൾ പറഞ്ഞ അർത്ഥമല്ല ആയത്തിന് എന്ന് ആർക്കറിയാം? സ്വഹാബാക്കൾക്കറിയാം. അതുകൊണ്ട് ഒരാളും ആ വിളിച്ചതിനെ എതിർത്തില്ല. കാരണം ഓൽക്കാരെ വിളിച്ചാൽ റസൂലുള്ളാഹി കേൾക്കുന്നു. നമ്മൾ ഇവിടുന്ന് സലാം പറഞ്ഞ മുത്തനബി കേൾക്കുന്നു. മാമി മുസ്ലിമീൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ റദ്ദ അലൈഹി സലാം നബിയുനാ മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ എവിടുന്ന് സലാം പറഞ്ഞാലും ഞാനത് കേൾക്കും. ഹത്താ റദ്ദ അലൈഹി സലാം, അതിന് ഞാൻ മറുപടി പറയും നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഹദീസ് സഹിഹല്ലേ? ഹദീസ് കണ്ടിട്ടില്ലേ? ഈ ഹദീസ് ഇല്ലേ? ഇത് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലേ? അതിനർത്ഥം ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആരെയാണ്? നിങ്ങൾ എന്തിനാ ഈ ആടിനെ പട്ടിയാക്കിയിട്ട് പ്രസംഗിക്കുന്നു? എടോ, തലയും വാലില്ലാത്ത ദീൻ എന്ത് ദീനാ? മഹാന്മാർ പറഞ്ഞതൊക്കെ നിങ്ങൾ ഇങ്ങനെ ഡിക്ഷണറി വെച്ചിട്ട് ആയത്തിന് അർത്ഥം വെക്കാം അല്ലേ? അപ്പൊ ഈ ആയത്തിന്റെ അർത്ഥം സ്വഹാബാക്കൾക്ക് അറിയില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോയിട്ട് അവർ റസൂലുള്ളാഹിനെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞത് ഇമാം റാസിക്ക് തൗഹീദ് അറിയില്ല എന്ന് എന്റെ ചോദ്യം. ഇമാം റാസി ഇത് രേഖപ്പെടുത്തിയിട്ടില്ലേ? നിങ്ങൾ വാറോലാക്കാണത്. ഇത് ഇമാം റാസിന്റെ കിതാബല്ലേ? ഇതാണ് നബിയെ നിങ്ങൾ സിദ്ദീഖിനായിട്ട് വന്നിട്ടുണ്ട്. അതാ അല്ലാഹുവിന്റെ റസൂൽ ഖബറിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അദ്ഖുലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖുലുൽ ഹബീബ ഇലൽ ഹബീബ്. ഹബീബിനെ ഹബീബിലേക്ക് ഇറക്കി വെച്ചോ, ചേർത്ത് വെച്ചോ, പ്രവേശിപ്പിച്ചോ എന്ന് റസൂലുള്ളാഹിന്റെ റൗളയിൽ നിന്ന് സ്വഹാബാക്കൾക്ക് മറുപടി കിട്ടുകയാ. സിദ്ദീഖിനെ സ്വഹാബാക്കൾ റസൂലുള്ളാഹിന്റെ ചാരമറവ് ചെയ്യുകയാ. ഇത് ശിർക്കാണെന്ന് പറയുന്ന സഹോദരന്മാര്, കുഫ്റാനെന്ന് പറയുന്ന സഹോദരന്മാര്, ഈ പണിയെടുത്ത സ്വഹാബാക്കൾ ആരായി? അത് എഴുതി വെച്ച ഇമാം റാസി ആരായി? ഈ കാലം അത്രയും ഇത് ചെയ്തു പോന്ന മുസ്ലിമീങ്ങൾ ആരായി? പ്രസംഗത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഇവിടെ മുസ്ലിമീങ്ങൾ ഖുർആനൊന്നും ഓതിനില്ല. ഇവിടെ മുസ്ലിമീങ്ങൾ ഇങ്ങനെ നടക്കരുന്നു. പിന്നെ ഖുർആൻ അതൊക്കെ പഠിപ്പിച്ച ഓലാണ്. ഓല് 3 പുരോഗമനം അവിടെ പറയുന്നുണ്ട്. ഒന്ന് ഖുർആനോത്ത് പഠിപ്പിച്ചത് മുസ്ലിമീങ്ങൾക്ക് ആരാണ്? ഞാൻ സംഘടന പറയണില്ല, ദേശാണ്. ഒന്ന് ഖുർആൻ പഠിപ്പിച്ചത്. രണ്ടാമത്തെ ഓല് പറയണേ പിന്നെ ഈ തലമ മുടിയേക്കാൻ പഠിപ്പിച്ചത് ഓലാണ്. അതിന്റെ കോലപ്പ കാണുന്നുണ്ടല്ലോ നിങ്ങൾ ചെറുപ്പക്കാരെ. അല്ല, തലമ മുടിയേക്കാൻ മറ്റേ അതിന്റെ മുമ്പൊക്കെ വേറെന്തേനോ മുടി വേർതിച്ചിട്ട് മുശരിക്കാവുന്നില്ല. നിങ്ങളാ പറഞ്ഞ നോണയാണ്. കാരണം എന്റെ ജീവിതത്തിൽ എന്റെ വാപ്പ ഒരിക്കലും തന്നെ തല വേർതിപ്പിച്ചതില്ല. എന്റെ വാപ്പി അങ്ങനെ മൊട്ടടിക്കുന്ന ആളല്ലായിരുന്നു. പിന്നെ മൊട്ടടിക്കുന്നവരെ നിഷേധിക്കണ്ട, മൊട്ടടിച്ച തെറ്റാ. അപ്പൊ പഴയ കാലത്ത് ചില ആളുകൾ ഇതിമ സമയം കളണ്ടാന്ന് കരുതിയിട്ട് വരുത്തിയിട്ടുണ്ടാവും. അതിന് നിങ്ങൾക്ക് എന്താ? അപ്പൊ മുടിയൊക്കെ പഠിപ്പിച്ചവരാണ്.
അപ്പൊ ഖുർആൻ പഠിപ്പിച്ച നിങ്ങളാണ് നമ്മൾ അംഗീകരിക്കൂല. കാരണം ഇവിടെ ശംസുൽമീൻ കണ്ണിയത്ത് ഉസ്താദും വരക്കൽ തങ്ങൾ പാപ്പ മുതൽ അതിന്റെ അപ്പുറത്ത് ബഹുമാനപ്പെട്ട പാങ്ങിലാമട്ടൂലിയർ അങ്ങനെ അങ്ങോട്ട് ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ പാപ്പ മഹദൂമാർ ഇവർക്കൊക്കെ ഖുർആൻ മനപ്പാടുള്ളവരും പഠിച്ചവരും ഓർക്കൊക്കെ അപ്പൊ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാ ഒന്ന്. പിന്നെ മൂന്നാമത് നിങ്ങളൊന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അംഗീകരിക്കും. പെണ്ണുങ്ങൾക്ക് പാവട ഇട്ട് കൊടുത്ത പോലെ എന്ന് പറയുന്നത് അത് പെണ്ണുങ്ങളെ പള്ളിക്ക് കൊണ്ടുവരുന്ന നിങ്ങളാണ്. അത് ചിലപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് ഞാൻ ശരിക്കും 3 പുരോഗമനങ്ങൾ പറഞ്ഞതില് 2 അംഗീകരിക്കാൻ പറ്റൂല. മൂന്നാമത്തിൽ ചിലപ്പോൾ സാധ്യതയുണ്ട്. കാരണം പെണ്ണുങ്ങൾക്ക് അടിപ്പാവടെ ഇട്ടോട്ട് ഒരു പ്രസ്ഥാനത്തിന്റെ നേട്ടം പറയണം. നോക്കാൻ നിങ്ങൾ അന്തക്കേട് നോക്കാൻ നിങ്ങൾ ലോകത്ത് ഈ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം നടത്തിയ പിന്നെ ഉന്നതിയെ കുറിച്ച് പുരോഗമനത്തെ കുറിച്ച് സമൂഹത്തിന് നൽകിയിട്ടുള്ള പിന്നെ പുരോഗമനത്തെ കുറിച്ച് വികസനത്തെ കുറിച്ച് ആധ്യാത്മികമായ മേൽപ്പുറങ്ങളെ കുറിച്ച് പറയാണ്. പെണ്ണുങ്ങൾക്ക് അടിപ്പാവട ഇട്ടോട്ട് ഞങ്ങളാണ്. അപ്പൊ കുറച്ചാൾക്കാർ കാരണം ഓല് പാവടന്റെ അവിടുന്ന് വിട്ടുകണ് അല്ല നാണുണ്ടോ സഹോദരന്മാർ അതൊക്കെ മൈക്കെട്ടി പറയാൻ? അത് ഞാൻ നിഷേധിക്കണില്ല. കാരണം പെണ്ണുങ്ങളെ പള്ളിയെ കൊണ്ടോ തുടങ്ങിയ നിങ്ങളാണ്. ചിലപ്പോൾ അടിപ്പാവടി അതിന്റെ അപ്പുറം അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ടോ അങ്ങനെ ചിലപ്പോൾ പേപ്പറിൽ കാണും ചെയ്യാം. അത് ഞാൻ ഇടപെടില്ല. മറ്റേ രണ്ടും വെറുതെ പറയാൻ അവിടെ ഇരിക്കട്ടെ. അപ്പോ അങ്ങനെ വാറോല എന്ന് പറഞ്ഞ നിങ്ങൾ പറയണ്ട. ഈ കിതാബുണ്ട്, ലൈബ്രറി നിങ്ങൾ തന്നെ പോയോക്കി. റാസി ഇമാമിന്റെ സൂറത്തുൽ കഹ്ഫിന്റെ ചർച്ചയിൽ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കറാമത്ത്, അബൂബക്കർ റളിയല്ലാഹു ചെയ്ത ശിർക്കല്ല, വമിൻ കറാമത്തിഹി എന്ന് പറഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹു ചെയ്ത ശിർക്കിൽ പെട്ടാണെന്നല്ല, അവരെ ബഹുമാനത്തിൽപ്പെട്ടതാണ്, കറാമത്തിൽപ്പെട്ടതാണ്. ആര്? ഇമാം റാസി. മങ്കൂസ് മൗലിദ എന്ന് പറയാൻ നിൽക്കണ്ട, ഇമാം റാസി. അപ്പൊ നിങ്ങൾ ആ വാദം പൊളിഞ്ഞു. പിന്നെ നിങ്ങൾ പറഞ്ഞ എന്താ അറിയോ? ഭയങ്കര രസമുണ്ട്. മുപ്പൊരു വായിച്ചൊരു കിതാബ് ഞാൻ വായിച്ചതാ. ഇവിടുന്ന് വായിച്ചു. അതായത് ഇത് ഇമാം നവവിയുടെ അദ്കാർ. നിങ്ങൾ എന്താ മനസ്സിലാക്കി? ഇതൊന്നും നമ്മൾ നോക്കിച്ചിട്ടില്ല. ഇമാം നവവിയുടെ അദ്കാർ എടുത്തിട്ട് മൂപ്പര് പറയാണ്, മരിച്ചോരെ കൊണ്ടുവരുന്ന സമയത്ത് ദിക്ർ ചെല്ലാൻ പാടില്ല എന്ന് നവവി ഇമാമിന്റെ അദ്കാറിലുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രശ്നം. എന്നാലും മൂപ്പര് വായിച്ച ആ സ്ഥലം ഞാനൊന്ന് വായിക്കാം. ഇതാണ് പറഞ്ഞ തർക്കണ ആൾക്കാർ. പൊന്ന് കട്ടാ തർക്കടില്ല, വെള്ളി കട്ടാ തർക്കടില്ല. കാരണം അതുകൊണ്ട് ഈമാന് കുഴപ്പമില്ല, കട്ടോന്റേത് പോലും. ഇത് കിതാബ് മുണുങ്ങ കട്ടുങ്ങാണ്ട് വായിക്കാം. മൗലവി നിങ്ങൾ ആ വായിച്ചതിന്റെ ആ അധ്യായത്തിന്റെ വാചകം ഒന്ന് വായിക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ കട്ട് വായിച്ച അധ്യായല്ലേ, അതിന്റെ മേലൊന്ന് വായിക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഞാൻ വായിച്ചാ മൂപ്പര് പറഞ്ഞെന്താരോ, മയ്യത്തിന് കൊണ്ടുപോകുമ്പോ മുണ്ടാൻ പാടില്ല. എന്നാല് അത് ചർച്ച ചെയ്ത ആ അധ്യായത്തിന്റെ ബാബിന്റെ പേരെന്താ നിങ്ങള് കേട്ടോളി? ബാബുമാ, ഒന്നിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ബാബാണ്. യഖൂലുഹുൽ മാശി മഅൽ ജനാസ, മയ്യിത്തിനെ കൊണ്ടുപോകുന്ന സമയത്ത് കൂടെ നടക്കുന്ന ആള് എന്താണ് ചൊല്ലേണ്ടത്, എന്താണ് ചൊല്ലേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന അധ്യായമാണ് എന്നതിന്റെ ചോട്ടുന്ന മൂപ്പര് ദിക്ർ ചെല്ലാൻ പാടില്ല എന്ന് വായിക്കണം. നോക്കാൻ നിങ്ങൾ എന്താണ് ചൊല്ലേണ്ടത് എന്ന് അധ്യായം കൊടുത്തിട്ട് കേട്ടോ, ഇതെന്ത് നിങ്ങൾ കട്ടത്, ഇതെന്ത് നിങ്ങൾ കട്ടത്, ഇതെന്ത് നിങ്ങൾ വായിക്കാത്തത്? ഞാൻ വായിക്കാം. യുസ്തഹബ്ബു, സുന്നത്താക്കപ്പെടും, ലഹു, മയ്യിത്തിന്റെ കൂടെ നടക്കുന്നവന്, അയ്യകൂന, അവനാകൽ, മുസ്തഗിലൻ, ജോലിയാകണം, ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് ജോലിയാകണോ. മനസ്സിലായോ? ഇത് കട്ട്, ഇതങ്ങോട്ട് കട്ട്. തന്നെ കക്കാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയൂലല്ലോ. നിങ്ങൾ കക്കാൻ ഞങ്ങൾ പിരിച്ചുവിടേണ്ടിയിരുന്നു. രണ്ടും കൂടി ഒന്നാണ് തിരക്കിലാണ് ഇവർ ഇവിടെ വേദി വെച്ച്. നോക്കാൻ നിങ്ങൾ അവിടെ കോഴിക്കോട് രണ്ടും കൂടി ഒന്നാവുന്നു. അപ്പൊ ഇവിടെ നമ്മളെ കാഫറാക്കുക അല്ലെ? ഇവരെ അന്തക്കേട് നോക്കുകയാണെങ്കിൽ അവിടെ ഒന്ന് പോയിട്ട് പങ്കെടുത്തിട്ട് മണ്ണൊട്ടിയിട്ട് കൊണ്ട് വരെങ്കിലും വേണ്ടേ? സംഗതി ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും അവർ രണ്ടാളും കൂടി കോഴിക്കോട് ഒന്നാവുക, ഇവിടെ നമ്മളെ മുസ്ലിക്കാക്കും ചെയ്യാം. അപ്പൊ അവര് സംഘടന നിലപാട് നോക്കാൻ നിങ്ങൾ പിന്നെ എന്താ നിങ്ങളെ തട്ടിപ്പ് എനിക്ക് മനസ്സിലായി. ഇപ്പൊ രണ്ടും കൂടി കൊണ്ട് ഒന്നായുണ്ട്. നിങ്ങൾക്കറിയാം ഞങ്ങൾക്ക് ബടാജാതി ചോദ്യം ഉണ്ട്. എന്താ അറിയോ? ഒന്നാമത്തെ ചോദ്യം പിടിച്ചോ, നിങ്ങൾ പരസ്പരം മുശ്രിക്കുകളാക്കിയവരാ. അതായത് ഞങ്ങളല്ല, ഞങ്ങളെ നേരത്തെ നിങ്ങൾ മുശ്രിക്കാക്കി, അതിന്റെ തിക്തഫലം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുശ്രിക്കാക്കി. ഇപ്പൊ നിങ്ങൾ ഐക്യം ചേർന്നില്ലേ? നിങ്ങൾ ഈ ലയിച്ചപ്പോ ഏത് ശിർക്കാണ് പിൻവലിക്കപ്പെട്ടത്? ശിർക്കും തൗഹീദും കൊണ്ടുണ്ടോ ദഅവത്തിൽ ഒരു ലയിക്കൽ? ശിർക്കും തൗഹീദും കൂടി ദഅവത്തിൽ ലയിക്കോ? മൗലവി നിങ്ങളിപ്പോ ഒരുമിച്ച് കൂടിയിട്ട് അവിടെ കോഴിക്കോട് പരസ്പരം അങ്ങോട്ട് കൊണ്ട് നോക്കാതെ കർക്കിടക മാസം കണ്ട മുഖം തന്നെയാണ്, എന്നാലും പേരിനൊന്നും ഒരുമിച്ച് കൂടിയല്ലോ. ഏത് ശിർക്കാണ് പിൻവലിച്ചത്? പിൻവലിക്കപ്പെടാത്ത ശിർക്കിന്റെ ആളുകളും തൗഹീദിന്റെ ആളുകളും ദഅവത്തിന്റെ മേഖലയിൽ ലോക ചരിത്രത്തിൽ യോജിച്ചിട്ടുണ്ടോ? നിങ്ങൾ അങ്ങോട്ട് കൊണ്ട് പരസ്പരം വിമർശിച്ചത് ശാഖാപരമായ കാര്യങ്ങളല്ല. ഒരു മൗലവി മറ്റൊരു മൗലവിനെ പറഞ്ഞു മുശ്രിക്കാണെന്ന്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു 10 തൊട്ട് മുശ്രിക്കാണെന്ന്. അപ്പൊ എല്ലാരും കൂടി കോഴിക്കോട് ഇരുന്നിട്ട് ചായ ഇങ്ങനെ കുടിക്കാം, മുശ്രിക്കും. അസ്സലാമു അലൈക്കും.
അത് ഞങ്ങൾ ചോദിക്കും നിങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങൾ എന്തിട്ട് നിങ്ങൾ ഇങ്ങനെ വെള്ളം കലക്കിയിട്ട് മീൻ പിടിക്കാൻ നിൽക്കണം. കാരണം നിങ്ങൾ അപ്പൊ മാലും മൗലൂദും ഒക്കെ കൂടിയിട്ട് ഇങ്ങോട്ട് വന്നിക്കണം. എന്നിട്ട് കോഴിക്കോട് ഇങ്ങനെ ലയിക്കുന്ന സമയത്ത് എന്നോട് പറയാം, പാപ്പാ തുണി ഇട്ടിട്ടില്ല, റഹ്മാന് മറുപടി പറയണം, അനിച്ച് കൊണ്ടുകൊടുത്തോ പോയിട്ട്. തുണി എടുക്കാത്തവർക്ക് കൊണ്ടുകൊടുത്തോ? ഞാനാ മറുപടി അറിയണ്ട. ലോകത്ത് തുണി എടുക്കാത്തതിനൊക്കെ മറുപടി അറിയാനുള്ള ആളാണ്. ആളെ പൊട്ടീസാക്കിട്ട് പറയാം. അതിന്റെ ഹുക്കുമ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു തൈമിന്റെ ഫത്വ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഇതെന്തെങ്ങള് ആ അങ്ങാടി നിന്ന് വായിക്കാൻ യുസ്തഹബ്ബു മിണ്ടാതിരിക്കണം, സുന്നത്താക്കപ്പെടും അയ്യകൂന ആ മയ്യിത്തിന്റെ കൂടെ നടക്കുന്നവൻ മുസ്തഖിലൻ ബിദിക്രില്ലാഹി തആല അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് ജോലിയാകണം. ഇത് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, ദിക്റോണ്ടാണെങ്കിലും ഓത്തോണ്ടാണെങ്കിലും ഭയങ്കര ശബ്ദട്ട് നടക്കരുത്. അങ്ങനെ ചില ആളുകൾ നടന്നിരുന്നു. അതിനെയാണ് വിമർശിച്ചത്. അതും കണ്ട് എടുത്തിട്ട് ഇതാണ്ട് ഒഴിവാക്കിയിട്ട് ഒരൊറ്റ ഛർദിക്കൽ. എങ്ങനെയുണ്ട്? എന്നിട്ട് അതിന് ദീനി ഖിദ്മത്ത് എന്ന് പേരിടുക. ഇതില്ലേ, ഞാൻ വായിച്ചതാ കിതാബിലില്ലേ, നിങ്ങൾ എടുത്തുദ്ധരിച്ച ഇമാം നബവിയുടെ അദ്കാറിൽ അതില്ല എന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ അന്ന് പ്രസംഗം നിർത്തും മൗലവി. അന്ന് പ്രസംഗം നിർത്തും. അപ്പൊ ദിക്ർ ചൊല്ലൽ സുന്നത്താന്ന് പറഞ്ഞിട്ടൊക്കെ അപ്പുറം ഇതൊക്കെ കൂടി കൂട്ടി വായിച്ചാൽ തലയില് കുറച്ചുള്ള ആളുകൾക്ക് മനസ്സിലാവും എന്താണ് ആ പറയുന്ന അർത്ഥം. അത് വേറെ ഇമാമിങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ സുക്കൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം, അത് അതിന്റെ ശേഷം വിശദീകരിച്ചിട്ടുണ്ട്. അത് അതിന്റെ മുമ്പുള്ള ഇബാർ തൊട്ടിട്ട് മനസ്സിലാക്കണം. അല്ലാതെ ചോർന്നിട്ട് കാറ്റുമിട്ട് നടന്നാ പോരാ, കിതാബ് മനസ്സിലാക്കണം. അങ്ങനെ അപ്പൊ അവരെടുത്തൊരു കിതാബ് പതാ, മറ്റൊക്കെ മാലി മൗലൂദ. മഹാല മൗലൂദങ്ങൾ എടുക്കാനൊക്കെ കണ്ട ഉമർ മൗലവിന്റെ മാല എന്റെ അടുത്തുണ്ട്. മൊയ്തീൻ ഷെയ്ഖിന്റെ മാല എടുക്കുമ്പോ നോക്കണം, അടുത്തത് ഉമർ മൗലവിന്റെ മാലയായിട്ട് ഞാൻ വരും. ഉമർ മൗലവിനെ അറിയില്ലേ? ഉമർ കാളിയല്ല, വിളിയങ്കോട്ടുണ്ടായിരുന്നു. ഈ എല്ലാ പിത്തനക്കും തുടക്കട്ട ഒരാള്, അതിന്റെ ബാക്കി അവിടെ ഉള്ളത്. എന്നാ കൂട്ടരെ നിങ്ങൾക്ക് മരിച്ചാൽ അവിടെ കൊണ്ടുപോയിട്ട് മറയും. ഇതോടെ ഈ മുശ്രിക്കുകളെ ഇടയിൽ കൊണ്ട് മറിയണം. അല്ല, ഇവിടെ ഇപ്പൊ പള്ളിക്കാട്ടിലൊക്കെ ഉള്ള മുശ്രിക്കുകളാണ്. നിങ്ങളെ വിശ്വാസത്തിൽ ഇവിടെ സൈഡിൽ കിടക്കണൊക്കെ മുശ്രിക്കുകളാണ്. കാരണം മൗലൂദ് അല്ലവര്, ഖുത്ബത്ത് അല്ലവര്, ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവര്, സിയാറത്തിനോ അതിന്റെ ഇടയിൽ കൊടുത്തിട്ട് നിങ്ങൾ തട്ടാൻ നിൽക്കണം. നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഖബർ ഉണ്ടാക്കിക്കൂടെ? അവിടെ പള്ളി ഉണ്ടാക്കിയത് ഈ പള്ളിയിൽ നിസ്കരിച്ച സഹിയാവലാന്ന് വിചാരിച്ചിട്ടല്ലേ? കാരണം ഞങ്ങളൊന്നും മുസ്ലിം ചെറുപ്പക്കാരെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം, ഇവരൊക്കെ തനി നിറ ഇടക്കച്ചിട്ടുള്ളൂ. ഇവരൊക്കെ കൽബിലുള്ള എന്താരോ നമ്മളൊന്നും മുസ്ലിങ്ങളല്ല. നിങ്ങൾ മനസ്സിലാക്കണം. എന്താ ഉസ്താദ് അവർക്ക് കുഴപ്പമൊന്നും ഇരിക്കല്ലേ? നമ്മൾ മുസ്ലിമീങ്ങളല്ല എന്ന ഓലെ വിശ്വാസം. മുസ്ലിമീങ്ങളല്ല. ഇതിനേക്കാളും വലിയ സങ്കടം ഉണ്ടോ? ഒപ്പം ഇരുന്നിട്ട് ചിരിക്കുമ്പോ, ചോറയ്ക്കുമ്പോ, ആണ്ടുകൊണ്ടും കേക്ക് കൊടുക്കുമ്പോ ചിന്തിക്കണം, ഈമാനെ പറിച്ച് ചിന്തിയ ഈ കേരളത്തിൽ ഒരേ വിഭാഗത്തിന്റെ ഏറ്റവും വിശപ്പൊക്കെ തുടങ്ങിയത് ഓല നമ്മള് മുസ്ലിമീങ്ങളല്ല എന്ന് ഓല് പറഞ്ഞു. പിന്നെ കഴിഞ്ഞ നിസ്കരിക്കാൻ കാണാൻ ബാക്കിൽ നിൽക്കണം ഇതൊക്കെ പറഞ്ഞു. നമ്മൾ മുശ്രിക്കാന്ന് പറയാം. സലാം വിട്ടേ കാണാം ഓരോരുത്തർ ഇങ്ങനെ ട്രാൻസ്ഫർമർ വരച്ചാൽ മുശ്രിക്കാന്ന് പറയാം. എന്നിട്ട് ബാക്കിൽ നിന്നിട്ട് വിടുക. അബൂജഹലിനെ ആരെങ്കിലും തുടർന്ന് നിസ്കരിക്കോ? ഒരുത്തന്നെ കുറിച്ച് അങ്ങാടി എന്ന് പറഞ്ഞു, ഞാൻ അബൂജഹലാണ്. നിങ്ങൾക്ക് അറിയില്ല, മുമ്പ് പറഞ്ഞതാ. കാരണം ഞാൻ മമ്പുറത്തേക്ക് സിയാറത്തിനാതാ കാരണം. അത് കഴിഞ്ഞിട്ട് സുബീഖുണ്ട്, അത് കഴിഞ്ഞിട്ട് അസർക്കുണ്ട്. മൂപ്പര് ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ ഞാൻ കരുതി പഠിച്ചോനെ ഇത് തുടരുത്, അങ്ങനെ ഉണ്ട്, തുടരുത് എന്ന് കാണാം. ഇത് തുടരുത് മാത്രല്ല തുടരരുത് കൂടി. ഈ കഴിഞ്ഞ പിന്നോട് പറഞ്ഞു, പിന്നെ കാലുകൊണ്ട് തീരെ സുഖമില്ല, പ്രത്യേകം ദ്വാരിക്കണം. അബൂജഹലിനോട് ദ്വാരിക്കാൻ പറയാം. നോക്കാം, നിങ്ങൾ ആശയത്തിൽ നിങ്ങൾക്ക് പിടിച്ചേക്കാൻ പറ്റുമോ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഇന്നത്തെ വലിയ നേതാക്കളുണ്ടല്ലോ, നിങ്ങളെ വാപ്പാരായിരുന്നു? മൗലൂദ് എഴുതിയിട്ടല്ലേ നിങ്ങൾ ഉണ്ടാക്കിയത്? അല്ലെ? ഉള്ള നേർച്ചപ്പെട്ടിക്കൊക്കെ പൈസ ഇട്ടിട്ടല്ലേ നിങ്ങൾ പോകുന്നത്? അപ്പൊ വാപ്പാനെ നിക്കാഹ് സഹിയായോ? വാപ്പ മുശ്രിക്കാണെങ്കിൽ നിങ്ങൾ വാപ്പാന്റെ പറമ്പ് സ്വത്ത് അനന്തരം എടുത്തില്ലേ? മുശ്രിക്കിന്റെ സ്വത്ത് ഒരു മുമ്മിന് അനന്തരം എടുക്കാൻ പറ്റുമോ? എന്താ മസല? അപ്പൊ തെങ്ങ് കാണുമ്പോ ശിർക്കില്ല, കവുങ്ങ് കാണുമ്പോ ശിർക്കില്ല. പിന്നെ ശിർക്കുള്ളത് അതിങ്ങനെ റബീഉൽ ഇറച്ചി വളമ്പോ മാത്രം ശിർക്ക്. എന്നാ അത് മെല്ലെ പോയിട്ട് തിന്നും ചെയ്യും, അത് വേറെ. ഇങ്ങനെ ഉണ്ട് ഒരു കൂട്ടർ ദുനിയാവില്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾക്ക് അറിയണോ ഇമാമിങ്ങളുടെ ഈ അവസ്ഥയിലുള്ള രീതി എന്താ? നിങ്ങൾക്ക് അറിയണോ? ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത് ഇമാം റാസിയുടെ കിതാബാ. ഇതാരെ കിതാബ്? ഇമാം ഗസാലിയുടെ കിതാബ്. പേര് കേൾക്കണോ? സക്കറാത്തുൽ മൗതി വശിദ്ദതുഹു.
എഴുതി പഠിച്ചോളി, ലൈബ്രറി പോയോക്കെ ഞാൻ ഈ പറയുന്ന സംഭവം ഉണ്ടോ നോക്ക്. എന്താ സ്വഹാബത്തിന്റെ വിശ്വാസം? ഇവിടെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വൈദാ ഖീല ലഹും ആമിനൂ കമാ അമനന്നാസ്. മുനാഫിഖീങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ അന്നാസാകുന്ന സ്വഹാബത്തെ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണോ എന്നങ്ങ് പറയപ്പെട്ടാൽ ഖാലൂ, ഹൃദയത്തിൽ ഈമാനില്ലാതെ പള്ളിയിൽ കയറി നിസ്കരിക്കുന്ന മുനാഫിഖീങ്ങളിൽ അവര് പറയുന്നതാ, അനുഅ്മിനു കമാ ആമന സുഫഹാ. പൊട്ടന്മാര് വിശ്വസിക്കും പോലെ, ഖുറാഫികൾ വിശ്വസിക്കും പോലെ ഞങ്ങൾ വിശ്വസിക്കൂല. ഇനി സ്വഹാബത്തിന്റെ ഒരു വിശ്വാസം ഞാൻ പറഞ്ഞുതരാം, കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ലമ്മാ ദഖല അബൂബക്കറിൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വഫാത്ത് അറിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. വസല്ല, നബിയുടെ മേൽ സലാം പറയുകയാണ്. പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരികയാണ്. എന്നിട്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്തഫ നബിയുടെ മുഖത്തങ്ങ് മുഖം വെച്ചുകൊണ്ട് ചുംബിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, നബിയേ ഉദ്കുർനാ യാ മുഹമ്മദു ഇൻദ റബ്ബിക. നബിയേ, ഈ പാവപ്പെട്ട സിദ്ദീഖിനെയും എന്റെ സഹോദരന്മാരായ അങ്ങയുടെ മറ്റു സ്വഹാബാക്കളെയും നാളെ പരലോകത്തെ പടച്ചവന്റെ മുമ്പിൽ ഓർക്കണേ നബിയേ. ആരോട്? വഫാത്തായി കിടക്കുന്ന മുഹമ്മദ് മുസ്തഫ. ശിർക്ക് ഏതായാലും നിങ്ങളെക്കാളും തിരിഞ്ഞത് സിദ്ദീഖുൽ അക്ബറിനാണ്. കിതാബ് ഒന്നുകൂടി വായിക്കാം, സക്കറാത്തുൽ മൗത്ത് വശിദ്ദത്തു. ആളെ പേര് പറയാ ഇമാം ഗസാലി. ഗസാലി ഇമാമിന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള സ്ഥാനപ്പേരുണ്ട് ഹുജ്ജത്തുൽ ഇസ്ലാം. അർത്ഥം കേട്ടോ, ഇസ്ലാമിന്റെ പ്രൂഫ്. കാരണം ഇസ്ലാമിന്റെ തെളിവ് പറയാൻ ഇത്ര യോഗ്യനായ ഒരാൾ. അൽഹംദുലില്ലാഹ്, ആ ഗസാലി ഇമാമിന്റെ കിതാബിലാണെന്ന് പറഞ്ഞത്. ഇത് ശിർക്കാണോ? ഇനി ഞങ്ങളോട് ചോദിക്കട്ടെ, ഗസാലി ഇമാമിനെ ഇമാം റാസിക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ നിങ്ങൾ എന്തിനാ കോയപ്പാപ്പനെ അതുപോലെ ചില മജ്ദൂബികൾ എടുത്തിട്ട് ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കണേ? നിങ്ങൾ എന്തേ ഉമർ ഖാലിയെ തൊടാത്തത്? ആരാ ഉമർ ഖാലി? മുസ്തഫ നബിയുടെ റൗളയിൽ പോയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരയിൽ നിന്നിട്ട് പാട്ടുപാടിയില്ലേ, യർജുൽ അതാ അലൽ ബുകാഇ ബിബാബികോ വദമു മിന്നൈനൈഹി സാലസ ജീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ فدم سال من عينين لكنه يجري على الخدين منهم بقلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما. ഇത് പാടിയില്ലേ കാക്കത്തറയിലെ കാരണവരായ ഉമർ ഖാലി മഹബത്തിന്റെ പട്ടണമായ മദീനയില് കസ്തൂരി മണ്ണിൽ ചെറിയ കുഞ്ഞിനെ പോലെ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ മനസ്സ് തുറന്നുകൊണ്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഗദ്ഗദ കണ്ഠനായി പാട്ടുപാടിയപ്പോ പാട്ടുപാടി മഹബത്ത് കൊണ്ട് പൂട്ടുപൊട്ടിച്ചില്ലേ? ആ ഉമർ ഖാലിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? കേരള മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയില് കേരളത്തിന്റെ സ്വഹാബാക്കളുടെ താവഴിയില് അവര് നടത്തിയ ദാവത്തിന്റെ വെളിച്ചം പിന്നീട് കൈമാറിയ റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് സഹായം തേടിയില്ലേ? അവര് മുശ്രിക്കീങ്ങളാണോ? പിന്നെയുള്ള വലിയ പണ്ഡിതന്മാർ എത്രയോ കാലം ദർസ് നടത്തിയവര് ഖുർആനിന്റെ ഉള്ളും പുറവും അറിയുന്ന മഹാന്മാർ മമ്പുറം തങ്ങളെ പോലെയുള്ള അതുപോലെ വലിയ വലിയ പണ്ഡിതന്മാർ മഹാനായ വരക്കുലുപ്പാപ്പയെ പോലെയുള്ള പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെയുള്ള കുത്തുബി മുഹമ്മദ് മുസ്ലിയാരെ പോലെയുള്ള മതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പോലെയുള്ള ബഹുമാനപ്പെട്ട അബ്ദുൽ മാരി മുസ്ലിയാരെ പോലെയുള്ള പറവണ്ണ മൊഹിദ്ദീൻ കുട്ടി മുസ്ലിയാരെ പോലെയുള്ള പാണക്കാട്ടെ തങ്ങന്മാരെ പോലെയുള്ള ഓക്കെ ഉസ്താദിനെ പോലെയുള്ള വലിയുള്ളാഹി ശംസുലമെ പോലെയുള്ള റയീസ് മുഹദ്ദിഖിൻ തൻവീർ ഉസ്താദിനെ പോലെയുള്ള എല്ലാവരും മുശ്രിക്കീങ്ങളാണോ മൗലവി? ഒരു കോയപ്പാപ്പാനെ തട്ടിയെടുത്തുകൊണ്ട് ഒരു മജ്ദൂബായ മനുഷ്യനെന്ന് മുദ്രകുത്തപ്പെട്ട മഹാനെ പരിഹസിച്ചുകൊണ്ട് ആദ്യമത്ത് കേടുവരുന്ന കാളമൂത്ര പ്രഭാഷണം നടത്തിയിട്ട് വേദികൾ കിട്ടാൻ ഒരു കൃത്രിമമായിട്ടുള്ള വെല്ലുവിളി എന്റെ നേരെ നടത്തിയിട്ട് വെല്ലുവിളി നിങ്ങൾ മാത്രമല്ല ഇവിടെ അതാ ചേകനൂര് വെല്ലുവിളിച്ചിട്ടുണ്ട്. നിസ്കാരം 5 വഖത്താണ് എന്ന് ഖുർആൻ
കൊണ്ട് ഹദീസ് കൊണ്ട് തെളിയിച്ചാൽ 100 കോടി തരാം എന്ന് പണ്ഡിതന്മാരെ വെല്ലുവിളിച്ച ആളാണ് ചേകനൂര്. കാരണം വെല്ലുവിളി നിങ്ങൾ മാത്രമല്ല, അത് ജോറായിട്ട് ലോകത്തൊക്കെ നടക്കുന്നുണ്ട്. യുക്തിവാദികൾ വെല്ലുവിളിക്കുന്നുണ്ട്. ആകാശലോകത്ത് സൃഷ്ടിച്ച ഒരാള്, അങ്ങനെ ഒരു ദൈവമില്ല, ഉണ്ടെന്ന് തെളിയിക്കാൻ കഴിയൂല എന്ന് യുക്തിവാദികൾ വെല്ലുവിളിക്കുന്നുണ്ട്. കാരണം നിങ്ങളടക്കം ഇബ്ലീസിന്റെ മുഴുവൻ ഏജന്റുകളും വെല്ലുവിളിക്കുമ്പോ അദാബ് വരാത്തത് അല്ലാഹു റഹ്മാനാ. പക്ഷേ മൗലവി ബിസ്മില്ലാഹിർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് പിന്നീടുള്ളത് റഹീം എന്നാ. ഈ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെയും ഔലിയാക്കളൊക്കെയും നിങ്ങൾ മജ്നൂനികളായ 2-3 ആളുകളെ മുമ്പിൽ ഇട്ടുകൊണ്ട് ആളുകളെ പരിഹാസത്തിന് വേണ്ടി, കയ്യടി വാങ്ങാൻ വേണ്ടി എന്തെങ്കിലും പ്രസംഗിക്കുകയല്ല. ഇവിടെ തർക്കമില്ലാത്ത ഇത്തിബായിന് യോഗ്യരായിട്ടുള്ള, ഇഖ്തിദായിന് യോഗ്യരായിട്ടുള്ള ഒരുപാട് മഹാന്മാരായ ഔലിയാക്കളുണ്ട്. ഇമാം നബവി അടക്കം എല്ലാ പണ്ഡിതന്മാരും റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് സഹായം തേടിയവരാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തേടിയിട്ടുണ്ട്. എല്ലാ മഹാന്മാരും തേടിയിട്ടുണ്ട്. അവരൊക്കെ മുശ്രിക്കീങ്ങളാണോ? സ്വഹാബാക്കളതാ സുദീഖ് റളിയല്ലാഹു അൻഹു ചുമന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, മുശ്രിക്കായോ? ഇതൊന്നും കൃത്യമായി മനസ്സിലാക്കാതെ എന്തെങ്കിലും കുറിപ്പ് വിളങ്ങിയിട്ട് അങ്ങാടിയിൽ വന്ന് ഛർദിച്ചു പോകുന്ന മൗലവിമാരെ മറ്റൊരു ലോകം മറക്കണ്ട. മഹ്ശറിൽ ഈ മഹാന്മാര് വരുന്നതാ. ഇല്ലാത്ത രൂപത്തിൽ ശിർക്ക് ആരോപിച്ചുകൊണ്ട് നിങ്ങൾ പരസ്യമായി പ്രസംഗിച്ചില്ലേ? 40 ലക്ഷം പങ്കെടുത്താൽ അതിൽ 25 കാഫിറാണ്, മുശ്രിക്കാണ് എന്ന അർത്ഥത്തിലൊക്കെ നിങ്ങൾ പ്രസംഗിച്ചിട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? ഈ സമൂഹം ഉമ്മത്ത് മൊത്തം മുശ്രിക്കീങ്ങളാകുമെന്നത് എനിക്ക് വേജാറില്ല. റസൂലുള്ളാഹില്ലാത്തൊരു വേജാറ് നിങ്ങൾക്ക് വേണോ? അങ്ങനെ ശിർക്കല്ലാത്ത ഒന്നിന് ശിർക്കാക്കിയിട്ട് അഖീദയിൽ ഇല്ലാത്ത ഡെഫിനിഷൻ നിർമ്മിച്ചുണ്ടാക്കിയിട്ട് മുബത്തദീങ്ങളായിട്ട് മാറിയ മൗലവിമാര് ഈ സമൂഹത്തെ ഇനിയും ഭിന്നിപ്പിക്കല്ല, കച്ചിത്വം നടത്തല്ല, കഷ്ണമാക്കല്ല. ഇവിടെ കേന്ദ്ര രംഗത്തുമല്ലാതെ മുസ്ലിമീങ്ങൾക്കെതിരെ പുലി ചാടിക്കാരും പോലെ ചാടിക്കാറാ. ശത്രുക്കൾ മെനഞ്ഞുണ്ടാവുന്ന സമയത്ത്, ഒളിഞ്ഞും തെളിഞ്ഞും പരിശ്രമിക്കുന്ന സമയത്ത്, അന്യായമായി ജയിലിലടക്കപ്പെടുന്ന സമയത്ത്, അന്യായമായി പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് ഈ സമൂഹത്തിന് ഇനിയും ആവശ്യമില്ലാത്ത ശിർക്ക് കുഫ്റിന്റെ മുദ്ര കുത്തിയിട്ട് ഭിന്നിപ്പിക്കല്ല. തൗബ ചെയ്ത് മടങ്ങിക്കോ, കിതാബ് നോക്കി പഠിച്ചോ. സമൂഹത്തെ ശിർക്കാക്കിയിട്ട് ചിത്രത ഉണ്ടാക്കരുത് എന്ന് എല്ലാവരോടും ഞാൻ ആവശ്യപ്പെടുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ആരെയും ഞാൻ തിരിച്ചങ്ങോട്ട് മുശ്രിക്കാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ? ഇതൊക്കെ പറഞ്ഞു. മുശ്രിക്കാണ്, കുഫ്റാണ് എന്നൊക്കെ പറഞ്ഞു. തിരിച്ചിതുവരെ ഞാൻ മുശ്രിക്കാന്ന് പറഞ്ഞിട്ടില്ല. കാരണം എന്തുകൊണ്ട്? ഒരാൾക്കെതിരെ കാഫിർ മുശ്രിക്ക് എന്ന വാക്ക് ഞങ്ങളെ തൊണ്ടയിൽ നിന്ന് പെട്ടെന്ന് വരൂല. അതാണ് നിങ്ങളെ പ്രസ്ഥാനം ഒന്ന് നിൽക്കണമെങ്കിൽ പാരമ്പര്യത്തെ മുശ്രിക്കാക്കിയിട്ടല്ലാതെ നിൽക്കൂല. രണ്ടും തമ്മിലുള്ള മാറ്റാണ്. കാരണം പാരമ്പര്യത്തെ മുശ്രിക്കാക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ പ്രസ്ഥാനം ഇല്ല. അത് മുളച്ചത് അവിടുന്നാണ്. ഇന്ന് വരെയുള്ളവരൊക്കെ മുശ്രിക്കീങ്ങളാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം പൊന്തിയത്. ആ വാദത്തിന് മാറിയാൽ ആ സാധനം കൂന പോലാണ് പോകും. എന്നിട്ട് പറയാ ഞങ്ങൾ ആരും വ്യക്തിഹത്യ നടത്തില്ല. പിന്നെ ശിർക്ക് പറഞ്ഞ വ്യക്തിഹത്യല്ലേ? സമൂഹത്തെ വേദനിപ്പിക്കലല്ലേ? അതുകൊണ്ട് ഇത്തരം പ്രസംഗങ്ങളിൽ നിന്ന് വെറുതെ നമ്മളെ മഹല്ലിൽ ഞാൻ അവിടെ പോയിട്ട് പ്രസംഗിച്ചിരുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ പറയേണ്ട ചില കാര്യങ്ങളല്ലേ പറഞ്ഞത്. എനിക്കുണ്ടോ അതിന് സമയം? ഇത് കഴിഞ്ഞ ഉടനെ എനിക്ക് ഒരു സ്ഥലത്ത് പരിപാടി. ഇന്നലെ ഞാൻ പരിപാടി കഴിഞ്ഞിട്ട് സുബി ആ നേരത്തെ ഇവിടെ എത്തി. വരുന്ന സമയത്ത് പകലും മിഞ്ഞാന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇയാളെ പ്രസംഗം കേൾക്കണല്ലോ, എന്തെങ്കിലും പറയാൻ നല്ല അവസരമുള്ളൂ. അതിന് വരുന്ന സമയത്ത് കേൾക്കാൻ നിന്നു. ഇവിടെ എത്തുന്നേരെ പറയും ഇനി പോണം. ഇങ്ങനെ നമ്മള് വളരെ തിരക്കിലാവുമ്പോ കൊലായ്മക്ക് വിളിക്കാം. നിങ്ങൾക്ക് പ്രസംഗമില്ലെങ്കിൽ പ്രസംഗം ഉണ്ടാക്കി തരാം, ഓഫീസിൽ പോയി പറയാം. ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ എന്നെ ഇറക്കരുത്, നിങ്ങൾക്ക് തോഫീക്കില്ലെങ്കിൽ മാറിക്ക, കൊതുകിന്റെ സ്വഭാവം എടുക്കരുത് എന്ന് എല്ലാവരോടും പറയാണ്. അല്ലാഹു ഖൈറ. പിന്നെ വേറെ കാര്യങ്ങൾക്ക് പറയാണ്ടാവുന്ന കൊണ്ട് പറയിപ്പിക്കരുത്. ചില സ്ഥലത്തൊക്കെ ഞാൻ പോയിരുന്ന എന്നോട് പറയലുണ്ട്, എന്താ പിന്നെ നിങ്ങളെ പള്ളിയിൽ നിന്ന് ഇവിടെ പിരിവിന് ആള് വരുന്നുണ്ട് എന്നോട് പറയലുണ്ട്. ഇതിനെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ അങ്ങനെ പറഞ്ഞു നിർത്തി. വാക്യമാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞു. ഞാൻ വാതിന് മുമ്പ് ചില സ്ഥലത്ത് പോയിരുന്ന എന്നോട് പറയും, റഹ്മാൻ ഉസ്താദേ കറുകത്തിൽ ജുമാഅത്ത് പള്ളിയിലല്ല ഉസ്താദ് നിൽക്കണേ, നിങ്ങളെ പള്ളിയിൽ നിന്ന് ഇവിടെ പിരിവിന് വരവുണ്ട്, നന്നായിട്ട് കൊടുക്കലുണ്ട്. അതിന് പോവലെന്നെ എങ്ങനെയാണോ? മൗലിദിന് ഉസ്താദ്മാര് പോണമാതിരി ചോപ്പ് മുണ്ടൊക്കെ കെട്ടിയിട്ട്.
ഈ ചോപ്പ് മുണ്ടൊക്കെ കെട്ടിയിട്ട് മൗലിദിന്റെ ഇടയിട്ട് ഉസ്താദ്മാര് പോണാര് നാടൊട്ടുക്കും സുന്നികളെ പേരെ കയറിയിട്ട് പിരിക്കുക, എന്നിട്ട് ഇവിടെ വന്നിട്ട് മുണുങ്ങുക, എന്നിട്ട് പറയാ ഓല് മുശ്രിക്കാണ് അവരൊക്കെ പൈസ പിഴിഞ്ഞിട്ട് മുണുങ്ങിട്ട്. അപ്പൊ ആ സമൂഹത്തെ നിങ്ങൾ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും അവഗണിക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നുള്ള ഒരു സംഗതി ഇല്ല. എന്നിട്ട് ഞങ്ങളെ വ്യക്തിഗത നടത്തില്ല ഞാൻ പറയല്ലേ, സമൂഹത്തെ മുശ്രിക്കാക്കാതെ നിങ്ങൾ പിടിച്ചിക്കാൻ പറ്റില്ല. നിങ്ങൾ തന്നെ പറഞ്ഞ എന്താ 921 ഈ സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? ഇവിടെ ഇസ്ലാം വന്ന സ്വഹാബത്തിന്റെ കാലത്താണ്. അപ്പൊ സ്വഹാബത്തിന്റെ കാലം മുതൽ 921 വരെ ഇവിടെ ആർക്കും ഖുർആനൊന്നും അറിയില്ല. ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത് ഇവര് ഒരു 3-4 ആൾക്കാർ കൊണ്ട് വന്നു. എങ്ങനെയുണ്ട്? ആയത്തോ ഹദീസൊക്കെ അവിടെ കട്ടെ, നമ്മളെ തലയിൽ കുറച്ചില്ലേ, അതുകൊണ്ട് എന്തിച്ചൂടെ? അങ്ങനെ ഒരു ദീനുണ്ടോ? സ്വർഗത്തേക്ക് ഇവര് ഒരു 10-12 ആൾക്കാർ ഇങ്ങനെ പാറാൻ നിൽക്കുക, പാൻറ് ഇട്ട് കണ്ടു. നല്ല പരിപാടി. ഇവിടെ ഇതുവരെ വന്ന എല്ലാ ഔലിയാക്കളും നരകത്തിൽ മർക്കാലി മഹദൂമാര് എന്തൊരു തോന്നിയാസാണ് പറഞ്ഞത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അഹങ്കാരത്തിന്റെ വാക്കിന് പരിധി വെക്കണം. തൊലിക്കട്ടി കൂടിയാൽ അദാബിന്റെ ചാട്ടവാറ് ഞങ്ങളിരുന്നല്ല അള്ളാന്റെ അടുത്ത് വരും. ഇനി നാളെ നീച്ചിട്ട് വന്നിട്ടില്ലല്ലോ എന്ന് പറയാൻ നിൽക്കണ്ട, ജീവൻ പോകുമ്പോഴാണ് ഉണ്ടാവുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു പറഞ്ഞതും കേട്ടതൊക്കെ കബൂലാക്കട്ടെ. അള്ളാഹു ഹിദായത്തിന്റെ ബോധം എല്ലാവർക്കും കൊടുക്കട്ടെ. ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ഷർറിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ഷർറിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവരെ ഷർറിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ സമൂഹത്തെ മുഴുവൻ മുശ്രിക്കീങ്ങളാക്കിയിട്ട് പാരമ്പര്യത്തെ മുഴുവൻ കരിവാരി തേച്ചിട്ട് ഭക്ഷണം തന്ന ഉപ്പാനെ മുശ്രിക്കാക്കിയിട്ട് വല്യമാനെ മുശ്രിക്കത്താക്കിയിട്ട് അത് ഇസ്ലാമിന്റെ ഖിദ്മത്ത് എന്ന പേരിൽ പ്രചരിപ്പിച്ചിട്ട് സമാധാനം അടയുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഹിദായത്തിന്റെ ബോധം കൊടുക്കട്ടെ. ഇല്ലെങ്കിൽ അവരെ പ്രസംഗത്തിന്റെ ഷർറിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ഒരുമിച്ചുകൂടിയത് കബൂലാക്കട്ടെ. അള്ളാഹു ഇസ്സത്തിലാക്കട്ടെ, ദില്ലത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും, പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുപാട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ബാബാജി അടക്കമുള്ള ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ربنا تقبل منا انك انت السميع العليم تب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين الحمد لله رب العالمين السلام عليكم.